ഇപ്പം നമ്മൾ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് പല മെത്തേഡിലും ചെയ്യാം. നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് അല്ലാതെ പല മെത്തേഡിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളുടെ രീതിയിലാണ് നമുക്ക് ഇത് നമ്മൾ ഡ്രോയിങ് ചെയ്തെടുക്കേണ്ടത്. സോ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവിലായിരിക്കും വന്നേക്കുന്നത്. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ പ്രൊജക്റ്റിന് എപ്പോഴും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് പ്രൊജക്റ്റ് എന്നുള്ളത്. അത് നമുക്കിവിടുന്ന് പേര് നമ്മളിവിടെ നെയിം ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ പേര് കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ല നമുക്ക് പുതിയൊരു പ്രൊജക്റ്റാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത്, അപ്പോൾ വേറൊരു ടാബിലേക്ക് അത് ഓപ്പൺ ആവും. ഇതിന്റെ ലോഡിംഗ് എന്നുള്ളത് ഇന്റർനെറ്റിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. സിസ്റ്റം റിക്വയർമെന്റ് ഉണ്ട്, പക്ഷെ എന്നാലും മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഇന്റർനെറ്റ് സ്പീഡ്. അപ്പോൾ ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്റർനെറ്റിന്റെ കണക്ഷന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ ആപ്പും ഉണ്ട്. നമുക്ക് വിൻഡോസിൽ വേണമെങ്കിൽ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആപ്പ് പല രീതിയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പിന്നീട്. ഇപ്പൊ നമുക്ക് ഇത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് റീഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഡ്രോ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ CAD ന്ന് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമേജ് ഫ്ലോർ പ്ലാൻ ഇമേജ് ചെയ്ത് നമുക്ക് അതിനെ മേഡിൽ കൂടി ഡ്രോ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സെർച്ച് ഫ്ലോർ പ്ലാൻ നമുക്ക് വലിയ ആവശ്യം വരില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലോർ പ്ലാൻസ് ഒന്നും അങ്ങനെ എടുക്കേണ്ട കാര്യം നമുക്കില്ല. ഇപ്പൊ ഈ ഒരു ഓപ്ഷൻ ഇല്ല, ഈ ഒരു 3 ഓപ്ഷനേ ഉള്ളൂ. മെയിൻലി ഈ ഇമ്പോർട്ട് ഇമേജും കുറെ കൂടി പ്രാക്ടിക്കൽ അല്ല നമുക്ക് എടുക്കാനായിട്ട്, വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും ആ ഇമേജ് നോക്കി ഡ്രോ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. CAD ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്യുറേസി നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ പിന്നെ ഇതിന്റെ താഴെ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഡ്രോ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലോർ പ്ലാൻ, അതുമ്പോൾ ഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂവിൽ എത്തും. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് മെനൂസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫ്ലോർ പ്ലാന്റെ മെനു, പബ്ലിക് ലൈബ്രറി, മൈ അക്കൗണ്ട്, അഡ്വാൻസ് ടൂൾ, ഇത് എന്തിനൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫ്ലോർ പ്ലാൻ എന്നുള്ളൊരു പേജിലാണ്. ഓക്കെ, ഇവിടെ കുറേ മെനൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇനി നമുക്ക് പ്ലാൻ വരക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക വാൾ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ അടിയിൽ വാൾ വരക്കാൻ, റൂം വരക്കാൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോറ്, വിൻഡോസ്, സ്ട്രക്ചർ കോമ്പണന്റ്, ബീമും കോളവും, അങ്ങനെയുള്ള ഡോർ ഓപ്പണിങ്ങും എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഫ്ലോർ പ്ലാൻ വർക്കാണ്. ഫ്ലോർ പ്ലാനിൻ്റെ അകത്ത് റൂം ആയിരിക്കും നമുക്ക് എപ്പോഴും വരക്കേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ വരച്ചു. ഇവിടെ എങ്ങോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അതൊരു റൂമായി മാറി. പിന്നെ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ എസ്കേപ്പ് നിൽക്കില്ലെങ്കിൽ പിന്നെയും റൂം വരക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരും. എസ്കേപ്പ് നിൽക്കുക, അപ്പോൾ അത് പോകും. ഓക്കെ, പിന്നെ എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഏത് വോളാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് ആ വോള് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ വോള് എനിക്ക് ഇങ്ങോട്ടേക്ക് നീക്കണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഭിത്തിയുടെയും മെഷർമെന്റ് വരും. ഇപ്പോൾ ഇതിന്റെ മെഷർമെന്റ് ഞാൻ 4500 ആക്കി. MM-ലാണ് വരുന്നത്, സെന്റിമീറ്റർ അല്ല, MM ആണ്. ഇത് നിൽക്കാൻ നേരത്ത് കണ്ടോ താഴേക്ക് വരുന്നുണ്ടോ. ഓക്കെ, ഇനി എനിക്ക് ഈ വോൾ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്മേൽ ക്ലിക്ക് ചെയ്യാം. ഇതിന്മേൽ ക്ലിക്ക് ചെയ്യുന്നത് ഇതാണ്. എനിക്ക് 3500 350 ആണ് വേണ്ടത്. ഇപ്പോൾ 450 × 350 എന്നുള്ള മെഷർമെന്റ് നമുക്ക് റൂം കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്ത് എടുക്കുന്നത്. ലോജിക്ക് മറന്നു പോകരുത്. ഏത് വോളാണോ മൂവ് ചെയ്യണത് ആ വോളിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് വേറൊരു റൂമും കൂടി വെക്കാണ്. ഓക്കെ, ഇപ്പോ ഇത് കണ്ടോ, ഇപ്പൊ സ്കിപ്പ് അടിക്കുക. ഇത് കണ്ടോ, ഇതിന്റെ സെന്റർ പോർഷനിൽ നിന്നായിരിക്കും നമുക്ക് റൂം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വരക്കാൻ നേരത്ത് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് അറ്റത്ത് നിന്നല്ല ഇതിന്റെ ഭിത്തി തുടങ്ങുന്നത്, ഈ ഒരു സെന്റർ പോർഷനിൽ നിന്നാണ് ഭിത്തി തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് ഇതിന്റെ ഫ്ലോർ തിക്നെസ് എത്രയുണ്ട് കണ്ടോ, 240-ന്റെ പകുതി 120 വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യണം മെഷർമെന്റ് നോക്കാൻ നേരം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ വോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇത് എനിക്ക് ടോട്ടൽ ഈ റൂം എടുത്തിട്ട് എനിക്ക് ടോട്ടൽ അങ്ങോട്ടേക്ക് തള്ളി നീക്കണം, ഈ ലെവലിലേക്ക് കൊണ്ടുവരണം ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ മെഷർമെന്റ് കൂട്ടിക്കാൻ അങ്ങോട്ട് മൂവ് ആവോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ 3000 കൊടുത്തു. കണ്ടോ, ഏത് ഭിത്തിയാണോ ക്ലിക്ക് ചെയ്യണത് എനിക്ക് അങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇപ്പം മാറി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ നമ്മൾ ഇവിടെ അൺഡു സെറ്റും ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് കൊടുക്കുക. ഓക്കെ, ഈ ഭിത്തിയാണ് മൂവ് ചെയ്യേണ്ടത്. കണ്ടോ, 6
613 കൂടി മൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ മെഷർമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 613 കൂടി മൂവ് ചെയ്യാം. മേ ബി ഒരു 2000 കൊടുക്കുമ്പോൾ ഉണ്ടോ അങ്ങോട്ടേക്ക് മൂവ് ആവും. അതുപോലെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ച് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി മുട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിച്ച് വേണമെങ്കിൽ നീക്കാൻ പറ്റും. ഓക്കെ, ഇത് സൂം ഇന്നും സൂം ഔട്ടും നമ്മുടെ സ്ക്രോളാണ്. മേളിലോട്ട് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് പിന്നെ മൗസിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ജോയ്സ്റ്റിക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വോളായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോളിൽ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, ഓരോ വോളായിട്ട് നമുക്ക് എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നു അവിടേക്ക് ഇട്ട് പിന്നെ വോളായിട്ട് നമുക്ക് വരാം. ഓക്കെ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ വോള് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതെനിക്ക് 2 വോളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വോളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് വെക്കാൻ നേരത്ത് അത് 2ആയി മാറും. ഇപ്പോൾ എനിക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഇത് വേണമെങ്കിൽ കർവ് ചെയ്യാം. കേട്ടോ, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഡോർ കൊടുക്കാം. ഡോർ കൊടുക്കേണ്ടത് സിംഗിൾ ഡോർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, നമ്മൾ വെറുതെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങൾ 800-ൻ്റെ ഇതാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ല ഓപ്പണിംഗ് വരുന്നതെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലിപ്പ് ഓപ്ഷൻ ഉണ്ട്, നമ്മളിവിടെ ഫ്ലിപ്പ് നിൽക്കുക. ഇതിപ്പോൾ ശല്യമായിട്ട് ഇവിടെ ഈ മെനു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇത് വേണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഡോറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെഷർമെൻറ്റ് വേണമെങ്കിൽ ഇപ്പോൾ 800 ആണ് അതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത്, നമുക്ക് 90-യുടെ ഡോറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 900 കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വിൽപ്പം. ഓക്കെ, പിന്നെയുള്ളത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു ഡോർ വേണ്ട, അല്ലാതെ ഒരു ഓപ്പണിംഗ് വേണം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോറായിട്ട് കാണിക്കും. സൈമൾട്ടേനിയസ്ലി നമുക്ക് ഇവിടെ 3Dയും കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ 3D നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ പിന്നീട് കാണിച്ചു തരാം എന്താണെന്ന് പറയുന്നത്. ഡോറ് ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കണം. ഓപ്പണിംഗ് കൊടുക്കാൻ എനിക്ക് ഡോർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറൽ കോമ്പോണൻസിൽ പോയിട്ട് ഡോർ ഓപ്പണിംഗ് കൊടുക്കുക. ഡോർ ഓപ്പണിംഗ് എടുത്തിട്ട് ഉണ്ടോ അവിടെ കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പം എങ്ങനെയാണ് വന്നിരിക്കണമെന്നുള്ളത് നമുക്ക് 3Dയിൽ നമുക്ക് നോക്കാം. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഉണ്ടോ ഡോർ ഓപ്പണിംഗ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡോറുണ്ട്. നമുക്ക് ഒരു വശം ഓപ്പൺ ആയിട്ട് ഇത് കാണിക്കും. അത് കണ്ടോ, ഇപ്പൊ ഈ ഭിത്തി നമുക്ക് കാണിക്കില്ല, ബിക്കോസ് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു വശം നമുക്ക് എപ്പോൾ കണ്ടോ ഇങ്ങോട്ട് മാറാൻ നേരത്ത് നമുക്ക് ഈ വിൻഡോ ഭിത്തി കാണിക്കുകയും ചെയ്യും. കണ്ടോ, നോക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് ഒരു ഇന്റലിജൻസ് ഉണ്ട്. ഓക്കെ, ഇനി 2D തന്നെ എടുക്കുക. ഇങ്ങനെയെല്ലാം ഷോർട്ട് കട്ടും ഉണ്ട് കേട്ടോ 2D 3D ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അത് നിങ്ങൾ പിന്നീട് നോക്കുക. ഇനി ഞാനൊരു വിൻഡോ സെറ്റ് ചെയ്യുകയാണ്. ഈ വിൻഡോ സെറ്റ് ചെയ്യുന്നത് എപ്പോൾ നമ്മൾ ഈ ഫ്ലോർ പ്ലാൻ എന്നുള്ള മെനുവിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫ്ലോർ പ്ലാൻ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വിൻഡോ വേണം. വിൻഡോസ് ഇവിടെ എനിക്കൊരു സിംഗിൾ വിൻഡോ വേണം. ഓക്കെ, വിൻഡോ എടുത്ത് ഞാൻ ഇവിടെ ഒരു വിൻഡോ കൊടുക്കുക. ഇവിടെ വിൻഡോ ഞാൻ ക്ലിക്ക് ചെയ്തു. വിൻഡോ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഈ ഭിത്തിയിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് വിൻഡോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 500 എന്നുള്ളത് 600 ആക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നീങ്ങുന്നുണ്ടോ ഇതാക്കാം. പിന്നെ ഈ 800 എന്നുള്ളത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 150-യുടെ വിൻഡോ ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 മീറ്ററിൻ്റെ വിൻഡോ ആക്കണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂട്ടി കൊടുക്കാം. കണ്ടോ, ലെങ്ത് കൂട്ടാൻ നേരത്ത് ഇവിടെ 600 എന്നുള്ളത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ വേണമെങ്കിൽ 3D എടുത്ത് നോക്കാം. 3D എടുത്ത് നോക്കാൻ നേരത്ത് ആ വിൻഡോയിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പോൾ താഴെ നിന്ന് 900 ആണ്. താഴെ നിന്ന് 900, ഫ്ലോറിൽ നിന്ന് 900 ആണ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് അബവ് ഫ്ലോർ ഇവിടെ 900 മാറ്റിയിട്ട് എനിക്കിപ്പോൾ ഒരു 700 മതി എന്നുള്ളത് ഞാൻ കൊടുത്തിരുന്നാൽ താന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും എഡിറ്റ് ചെയ്യാം. ഇവിടെ മെഷർമെൻറ്റ് കൊടുത്തിട്ട് ഇവിടെ 750 ആക്കി കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, ഇനി ഞാൻ 2D എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിൻഡോ വന്നു. എനിക്ക് ഇവിടെയും സിമിലർ ആയിട്ടുള്ള ഒരു വിൻഡോ വേണം. സിമിലർ ആയിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ പ്ലാൻ എടുത്ത് വിൻഡോ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമുക്കിത് രണ്ടാമത് 90 കൊടുത്ത് ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണം, ഇപ്പുറത്ത് ഈ സെയിം വിൻഡോ തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. സിമിലർ വിൻഡോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുണ്ട് പ്ലസ് ബട്ടൺ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് Ctrl+C ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. കൺട്രോൾ ഇതെടുക്കുക, നേരെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, ഭിത്തിയിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് 600 കൊടുക്കുക. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരു വിൻഡോ അവിടെ ഉണ്ട്. അപ്പോൾ സൈമൾട്ടേനിയസ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് നോക്കാം.
കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫ്ലോർ പ്ലാനിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് ഇതൊരു ബെഡ്റൂം ആണെന്ന് വെച്ചോ. ബെഡ്റൂമിന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക. ഈ പേരുമേ തന്നെ അൺടൈറ്റിൽഡ് ആയിരിക്കും ആദ്യം, അതുമേ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ റൂം ടൈപ്പ് റൂം നെയിം എന്നുണ്ട്. റൂം ടൈപ്പ് ഏതാണ്? ഇവിടെ ബെഡ്റൂം. എല്ലാ ടൈപ്പ് റൂമിൻ്റെയും ഇതുണ്ട്. അതിനകത്ത് ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ബെഡ്റൂം 1 അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ട് അത് റൂം നെയിമിൽ എഡിറ്റ് ചെയ്യണം കേട്ടോ. മാസ്റ്റർ ബെഡ് കണ്ടോ, ഇപ്പോൾ ഇവിടെ മാസ്റ്റർ ബെഡ് എന്ന് പേര് വന്നു. ഇതിപ്പോൾ ടോയ്ലറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് എടുക്കുക, ഇവിടെ ബാത്റൂം എടുക്കുക. ബാത്റൂം കണ്ടോ, അപ്പോൾ അവിടെ പേര് അതുപോലെ വരും. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോർ പ്ലാനിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബീമോ അങ്ങനെ എന്തെങ്കിലും കോളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എത്ര മെഷർ എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് നമുക്കിവിടെ കൊടുക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല, അത് ഓരോ ഫ്ലോർ പ്ലാൻ അനുസരിച്ച് വരാൻ നേരത്ത് നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. പിന്നെയുള്ളത് ഹോള് വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് നമുക്ക് ഇപ്പോൾ ഒരു ഫ്ലോറ് 2ാം നിലയുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ആഡ് ലെവൽ കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരെണ്ണം കൂടി മേളിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹോൾ യൂസ് ചെയ്ത് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോർ പ്ലാനിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ വോള് ഫുള്ളായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ ഡോറ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. കണ്ടോ അവിടെ ഒരു ഭിത്തി ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എടുത്തിട്ട് ഈ ഫ്ലോർ പ്ലാനിൻ്റെ അകത്ത് നിന്ന് വോള് ഡിലീറ്റ് ചെയ്ത് കളയരുത്. വോള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇതൊരു റൂം ഒരിക്കലും ആവില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് 3D നോക്കാൻ നേരത്ത് ഇത് കണ്ടോ അടിയിൽ ഫ്ലോർ ഉണ്ടാകില്ല. അതായത് ഇതിന് കണക്ഷൻ വേണം എന്താണെന്നുള്ളത്. നിങ്ങൾ ഡോറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭിത്തി വരച്ചിട്ട് അതിൻ്റെ മേളിലാണ് നിങ്ങൾ ഡോറ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, പെട്ടെന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊടുക്കാം. പഴയതുപോലെ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ഫ്ലോറായി വരും. കണ്ടോ ഫ്ലോർ കാണിക്കണം. കണ്ടോ ഡിഫോൾട്ടായിട്ട് ഒരു വുഡൻ ഫ്ലോർ ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മാറ്റാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഫ്ലോർ പ്ലാന് പറയാനുള്ളത്. ഇപ്പം ഞാനത് ഡ്രോ ചെയ്ത ഒരു ഓപ്ഷൻ കാണിച്ചാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഞാൻ സേവ് ചെയ്യുന്നില്ല, മാറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് അടുത്ത ടാബിലായിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇനി ഞാനിത് ഇമ്പോർട്ട് ഇമേജ് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് ഇമേജ് കൊടുത്തു. ഇതിനകത്ത് ഞാൻ അവിടെ കസ്റ്റമർ തന്ന ഒരു ഫ്ലോർ പ്ലാൻ എടുത്തു, ഓപ്പൺ ചെയ്തു. കണ്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഡ്രോ ചെയ്ത് ഇപ്പോൾ ഇതൊരു സ്കെയിലാണ് വരുന്നത്. ഇത് നമ്മൾ സൂം ചെയ്തിട്ട് ഈ സ്കെയിൽ നമ്മൾ ഇവിടെ വെച്ച് കൊടുത്ത് അതിന് എത്രയുണ്ട് ഇപ്പോൾ 360 ആണുള്ളത്. ആ 360 ഇവിടെ ഈ ടോട്ടൽ ലെങ്ത് നമ്മളിവിടെ വെച്ച് ഇവിടെ 360 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ലെങ്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇത് മെഷർ ചെയ്തെടുക്കും. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഇവിടത്തോളമല്ല, കൺഫേം കൊടുക്കണം. ചിലപ്പോൾ അത് വരത്തില്ല, ഡിക്റ്റേറ്റ് ചെയ്യത്തില്ല. ചില സമയത്ത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്ക സമയത്തും അതിന് എറേഴ്സ് വരാറുണ്ട്. ആക്ച്വൽ മെഷർമെന്റ് ഒന്നും എടുക്കാറില്ല. ബിക്കോസ് ഇതിൻ്റെ ഒരു ഗ്രേ ഏരിയ നോക്കിയിട്ടാണ് ഇത് വോളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭിത്തി ഒന്നും അത് വോളായിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് യൂസ്ഫുൾ ആകാൻ വഴിയില്ല. നമ്മളിത് നോക്കി രണ്ടാമത് വരച്ചെടുക്കണമായിരിക്കും എപ്പോഴും എളുപ്പവും ആക്യുറേറ്റും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് അധികം ഫോളോ ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് ഞാൻ എക്സിറ്റ് ചെയ്യാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. പഴയത് ഓരോരോ ടാബായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. പഴയത് ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ മതി. ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് CAD ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. CAD ഇമ്പോർട്ട് ചെയ്താൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും എന്നുള്ളതാണ് നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ. CAD ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമ്പോർട്ട് CAD ഒരു CAD-ൻ്റെ ഫയലാണ്. ഞാൻ ഓപ്പൺ ചെയ്യാണ്. കുറച്ച് സമയം എടുക്കും ലോഡായി വരാനായിട്ട് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച്.
അതിന് മുമ്പ് നിങ്ങൾ അവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കായി ഒക്കെ പോകും. അതുകൊണ്ട് ലോഡിങ് ടൈം ഉണ്ടോ, ചില സമയങ്ങളിൽ അത് ഡിക്റ്റേറ്റ് ചെയ്തില്ല. ക്യാഡിൻ്റെ ആ ഫയൽ കൃത്യമായിരിക്കണം, എന്നാൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ. അതിൻ്റെ ഓപ്ഷനിലേക്ക് ഒന്ന് ക്യാഡ് ആണെന്നുണ്ടെങ്കിൽ ആ ക്യാഡിൻ്റെ ഓപ്ഷനിലേക്ക് പെട്ടെന്ന് അത് വരും. ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ക്യാഡ് ഫയൽ ഒന്നും കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ക്യാഡ് ഫയൽ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് നിങ്ങൾ ഡീറ്റെയിൽ വായിച്ച് നോക്കണം. എത്ര എം ബിയിൽ താഴെയാണെങ്കിൽ മാത്രമേ, അതിൻ്റെ അകത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ക്യാഡ് ഫയൽസിന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ക്യാഡ് ഫയൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്ത് വന്നോളും. അതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വേറൊരു ഫ്ലോർ പ്ലാൻ ക്യാഡ് ഇമ്പോർട്ട് ചെയ്യാനാണ്. ഓൺ കൊടുത്തു. ലോഡ് ചെയ്യാൻ അല്പം സമയം കൊടുക്കുക. ഇപ്പോൾ ക്യാഡ് ഏത് വേണമെന്നുള്ളതാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ബേസിക് ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ നമുക്കിപ്പോൾ വേണമെന്നുള്ളത് എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ക്യാഡ് ഇപ്പോൾ കുറേ ഉണ്ട്, നമുക്ക് കൺഫേം കൊടുക്കാം. ഇത് ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ഭിത്തി കൃത്യമായിട്ട് അത് ഡിക്റ്റേറ്റ് ചെയ്തെടുക്കും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. നമുക്കിത് 3D എടുക്കാൻ നേരത്ത് ആ ഭിത്തി കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളത് എന്നുള്ളതെല്ലാം. ഓക്കെ, പക്ഷെ ഇതൊന്നും ആക്യുറേറ്റ് ആയിട്ട് വരാനെന്നുണ്ടെങ്കിൽ അതുപോലെ പക്കയായിട്ട് വരച്ചിരിക്കുന്ന ഫ്ലോർ പ്ലാൻ ആയിരിക്കണം. ഞാനിപ്പോൾ എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്ലോർ പ്ലാനും നമ്മൾ ചെയ്യുന്നത്.